ഹായ് ഹലോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തത് ഞങ്ങളുടെ ഒരു ഡെയിലി വ്ളോഗാണ്. അപ്പോൾ രാവിലെ ഞാൻ എണീറ്റു. അപ്പോൾ ഇവരുടെ ഉറക്കം എന്ന് പറഞ്ഞാൽ രാത്രി കിടക്കുന്ന പോലെ ഒന്നും ആയിരിക്കില്ല. അപ്പോൾ ഒരാൾ ചിലപ്പോൾ കാലിൻ്റെ താഴെയൊക്കെ ഉണ്ടാവുക കുഞ്ഞുമോൻ. അപ്പോൾ ഞാൻ ചിലപ്പോൾ ഒക്കെ നമ്മൾ കിട്ടുന്ന സമയത്ത് മേലോട്ടേക്ക് കിടത്തും, എന്നാലും അങ്ങനെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഞാൻ സ്ഥിരം പരിപാടി ഒന്ന് കർട്ടനൊക്കെ മാറ്റി പുറത്തേക്കൊക്കെ ഒന്ന് നോക്കി എന്നതിന് ശേഷം കിച്ചണിലേക്കൊക്കെ ഒന്ന് വന്ന് ഞാൻ വിചാരിച്ചു ഇന്നലെ രാത്രി ഇങ്ങനെ പെട്ടെന്ന് ഒരു പ്ലാനിങ് ഒന്നും ഉണ്ടായിരുന്നില്ല എന്താ ചെയ്യുക ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ളത്. അപ്പോൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന അരിപ്പൊടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു കൊഴുക്കട്ട മസാല ആക്കിയിട്ട് കൊഴുക്കട്ട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്ക് എല്ലാവരും എണീച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ ബാക്കിൽ ആണിത്. അവിടെ ഇഷ്ടംപോലെ പശുക്കളുണ്ടാവും രാവിലെ. അപ്പോൾ ഇന്നലെ രാത്രി കുഴച്ചതിൻ്റെ ബാക്കി കുറച്ച് ആട്ട ഉണ്ടായിരുന്നു, അത് അതിനിട്ട് കൊടുത്തു. അപ്പോഴേക്ക് റഹാനും എണീറ്റുണ്ടായിരുന്നു. അവനവിടെ നിന്ന് ഇങ്ങനെ ബ്രഷ് ചെയ്യായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ വെള്ളം നല്ല തിളച്ചപ്പോൾ അരിപ്പൊടി ഒന്ന് കുഴച്ച് വെക്കാൻ ചെയ്തു. അപ്പോൾ അതൊക്കെ കുഴച്ച് വെച്ച് അടച്ച് വെച്ചതിന് ശേഷം അവരെ പാലൊക്കെ ചൂടാക്കി എന്നതിന് ശേഷം ചായയൊക്കെ വെച്ചു. അപ്പോഴേക്കും ഋഷി ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവന് രാവിലെ ഞാൻ പാല് കൊടുക്കും. അപ്പോൾ അവൻ്റേതായിട്ടുള്ളൊരു ചെറിയ കപ്പൊക്കെ ഉണ്ട്, ഞങ്ങളിവിടെ ഡിമാർട്ടിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ അതാകുമ്പോൾ സ്ട്രോയോട് കൂടിയിട്ടുള്ള കപ്പാണ്. അതാകുമ്പോൾ അവൻ തന്നെ പിടിച്ച് കുടിക്കുകയും ചെയ്യും. അപ്പോൾ രാവിലെ പാലൊക്കെ അവന് കൊടുത്തു. പിന്നെ അവൻ തന്നെ അതും എടുത്ത് അങ്ങോട്ടേക്ക് പോയി, പുറത്തേക്കൊക്കെ അങ്ങ് പോയിക്കോളും. ബാക്കിൽ ഫ്രണ്ടിലോട്ട് രാവിലെ തുറക്കില്ല, ബാക്കിൽ പോയി പശുക്കളെയൊക്കെ കണ്ടിട്ട് അവൻ അവിടെ ഇരുന്ന് കുടിച്ചോളും. അപ്പോഴത്തേക്കും ഞാൻ ഇതിന് വേണ്ടിയിട്ടുള്ള മസാലയ്ക്ക് വേണ്ടിയിട്ട് തേങ്ങയൊക്കെ ചിരകുമായിരുന്നു. ഞാൻ ഇതിൽ വെച്ചിട്ട് ഗ്രേറ്റ് ചെയ്തിട്ടാണ് ചെയ്യുക. ചിരവ പോലെയുള്ള നമ്മൾ ചെറുതായിട്ടുള്ള ഒന്നും എൻ്റെ കയ്യിലുണ്ട്, പക്ഷെ ഞാൻ അതിൽ ചെയ്യൂല. അപ്പോഴേക്ക് ചായയായി. ഞാൻ ഇപ്പുറത്ത് ചായ കൊണ്ടുപോയി കൊടുത്തു, രാഘുവിന് ചായ കൊണ്ടുപോയി കൊടുത്തു. ഞങ്ങളിവിടെ പഞ്ചസാരക്ക് പകരം വെല്ലാണ് ചായക്ക് എടുക്കുന്നത്, അത് ചെറുതായിട്ട് ഒരു മധുരം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും തേങ്ങ കൊണ്ടുള്ള മസാലയൊക്കെ ആക്കി വെച്ചു. അതിലേക്ക് കൊഴുക്കട്ട അതിൽ വറവിലേക്ക് ഈ തേങ്ങേൻ്റെ മിക്സ് ഒഴിച്ചതിന് ശേഷം അതിൽ കൊഴുക്കട്ട പീസാക്കിയിട്ട് അതും ഇട്ട് ഒന്ന് നല്ലോണം വരട്ടിയെടുത്തു. എന്നതിന് ശേഷം അപ്പോഴത്തേക്ക് അവൻ്റെ ലഞ്ചൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബസ് വന്ന് അവൻ്റെ ക്ലാസ്സൊക്കെ കഴിഞ്ഞതാണ്. പക്ഷേ അവിടെ ഇന്നെന്തോ അവർക്കെന്തോ ആക്ടിവിറ്റി ക്ലാസ് എന്തൊക്കെയോ ഉണ്ടായിരുന്നു, ബുക്കിൻ്റെ എന്തൊക്കെയോ എക്സിബിഷൻ പോലെ. അപ്പോൾ അവൻ കൊണ്ടുവിടണം എന്ന് പറഞ്ഞതുകൊണ്ട് ഇവിടുന്ന് അടുത്ത് തന്നെയാണ് സ്കൂള്, പുറത്തുള്ള സ്കൂളാണ്. എന്നാലും ഇവിടുന്ന് ഞങ്ങളെ ഗേറ്റിൻ്റെ പുറത്ത് തന്നെയാണ് അവരുടെ സ്കൂൾ വരുന്നത്. അപ്പോൾ പിന്നെ എന്തായാലും ഇപ്പോൾ കൊണ്ടുവിടാമെന്ന് പറഞ്ഞ് കൊണ്ടുവിട്ടു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ പട്ടാൾക്കാരൻ്റെ പണിയൊന്നുമില്ല, ലീവിലാണിപ്പോൾ. അപ്പോൾ അവനെ കൊണ്ടുവിട്ടു. അതിനുശേഷം ഞാനും ചായ എടുത്ത് ബാക്കിലേക്ക് വന്നു. അപ്പോഴാണ് നമ്മൾ വേസ്റ്റ് എടുക്കാൻ വരുന്നതിൻ്റെ വിസിലടി കേട്ടത്. അപ്പോൾ അങ്ങോട്ടേക്ക് പോയി വേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു ഇടാനായിട്ട്. ഇത് രാവിലെ വരുന്ന വേസ്റ്റ് എടുക്കാൻ വരുന്നതാണ്. അപ്പോൾ മുന്നേ ഒക്കെ നമ്മൾ ഒരു ബക്കറ്റ് പോലത്തെ വലിച്ചെടുത്തിട്ട് കൊണ്ടുവരുമായിരുന്നു ചെയ്യാൽ. അപ്പോൾ ഇപ്പോൾ സൈക്കിളിൻ്റെ ഇതൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇതാകുമ്പോൾ സുഖമല്ലേ, അവർക്ക് അധികം നടക്കണ്ട, വെയിറ്റ് വലിച്ചു കൊണ്ട് പോകണ്ട. അപ്പോൾ ഇവർ ഈ എടുക്കുന്ന വേസ്റ്റ് ഞങ്ങളിവിടെ ഓരോ കുഞ്ഞു ഒരു റൂം പോലെ ഉണ്ടാകും കുറച്ചപ്പുറത്തോട്ട്, അവിടെ കൊണ്ടുപോയിടും. എന്നിട്ട് ശേഷം ഒരു 10-11 മണിക്ക് വരുന്ന മറ്റേ വേസ്റ്റ് കയറുക, അതൊക്കെ എടുത്ത് കൊണ്ടുപോകും. എല്ലാ ക്വാർട്ടേഴ്സിലും കയറുകയും ചെയ്യും. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഋഷീനെ കഴിപ്പിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ പുറത്തിറങ്ങി. നല്ല രസമാണ് രാവിലെ ഈ സമയത്തൊക്കെ കാണാൻ, ആകാശമായാലും പുറമേ ആയാലൊക്കെ കാണാൻ നല്ല രസമാണ്. അപ്പോൾ അവനെ കഴിപ്പിച്ചതിന് ശേഷം ഞങ്ങൾ കഴിക്കാമെന്ന് വിചാരിച്ചു. അവൻ കഴിച്ചത് കൊണ്ട് തന്നെ അവൻ പിന്നെ കളിയായിരുന്നു. ഇല്ലെങ്കിൽ അവനും ടേബിളിൽ കയറിയിരിക്കും, ഒന്നും കഴിക്കില്ലെങ്കിൽ ചിലപ്പോൾ വലിച്ച് കളിക്കും. പക്ഷേ ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കുമ്പോൾ ഞങ്ങൾ കൂടെ തന്നെ ഇരുത്തിയിട്ട് ഒരു പ്ലേറ്റ് വെച്ച് കൊടുക്കും. എന്തെങ്കിലും കഴിക്കുകയാണെങ്കിൽ കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട്, അതൊരു ശീലമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഞങ്ങൾ ഇതൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ലഞ്ചിൻ്റെ കാര്യമൊക്കെ നോക്കി. ചെറിയൊരു കുമ്പളം ഉണ്ടായിരുന്നു, ഞാൻ ചെറുതായിട്ടൊരു ഇറശ്ശേരി പോലെ വെക്കാമെന്ന് വിചാരിച്ചു. ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ എല്ലാവർക്കും. അപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് വെച്ചു. ചെറുപയർ വെച്ചിട്ടാണ് ഞാൻ ഇറശ്ശേരി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ചെറുപയറൊക്കെ ഒഴിച്ചു. ഇതതിലിട്ട് ഒരുപാട് മസാലയൊന്നും ഇതിലും ഇടില്ല. കുറച്ച് മല്ലിപ്പൊടി, കുരുമുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ഇതൊക്കെ തന്നെ ഇടുള്ളൂ. പിന്നെ അതിലേക്ക് അരപ്പ് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ അരക്കാതെ നമ്മളൊന്ന് അവിയലിനൊക്കെ ഒന്ന് ചതച്ചെടുക്കുന്ന മാതിരി തേങ്ങയിൽ കുറച്ച് ജീരകവും പച്ചമുളകും കറിവേപ്പിലയൊക്കെ ഇട്ട് ചതച്ചെടുക്കും. പിന്നെ തേങ്ങ ഞാൻ വറുത്തിടും. അതിൽ തേങ്ങ വറുത്തിട്ട് ഒന്നുകിൽ വറുത്തതിന് ശേഷം അരച്ച് കളയും, അല്ലെങ്കിൽ അതേപോലെ തന്നെ ഞാൻ ഇതിൽ ഗ്രേറ്റ് ചെയ്ത് എടുക്കുന്നത് കൊണ്ട്
വലിയ പീസായിട്ടല്ലല്ലോ വരിക. അപ്പോൾ അങ്ങനെ തന്നെ ഇടും ചിലപ്പോൾ, മിക്കപ്പോഴും അങ്ങനെയാണ് ഇടുക. ഇല്ലെങ്കിൽ വല്ലപ്പോഴും ഞാനൊന്നങ്ങ് അരച്ച് കളയും മിക്സിയിൽ. അപ്പോൾ അതിൻ്റെ അരപ്പൊക്കെ ചേർത്തു. എന്നതിന് ശേഷം കുറച്ച് ചിക്കൻ്റെ ഉണ്ടായിരുന്നു, അത് ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം ഞാൻ തേങ്ങ വറുക്കാൻ തുടങ്ങിയതാണ്. അതിൽ കുറച്ച് ചെറിയ ഉള്ളിയും മുളകും ഉണക്കമുളകും കറിവേപ്പിലയൊക്കെ ഇട്ട് അതിലേക്ക് തേങ്ങയും കൂടെ ഇട്ട് വറുത്തെടുത്തു. ഇന്ന് ഞാൻ വറവ് അങ്ങനെ തന്നെ അതിലേക്ക് ഇട്ടതാണ്. നല്ല രീതിയിലൊന്ന് വറുത്തതിന് ശേഷം അങ്ങനെ തന്നെ അതിലേക്ക് ഇട്ടതാണ്. അപ്പോഴേക്കും റഹാൻ വന്നിട്ടുണ്ടായിരുന്നു. ഉച്ചവരെ ഉണ്ടായിരുന്നുള്ളൂ. ഇങ്ങോട്ടേക്ക് ബസ്സിലാണ് വന്നത്, സ്കൂൾ ബസ്സിൽ തന്നെയാണ് വന്നത്. അപ്പോഴേക്ക് ലഞ്ചൊക്കെ റെഡിയാക്കി. അപ്പം ഞാൻ വെച്ച് എപ്പോഴും റൊട്ടി ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത്, അപ്പോൾ ഇന്ന് ഇടയ്ക്ക് ഇങ്ങനെ തോന്നുമ്പോൾ മാത്രമേ ചോറുണ്ടാക്കുള്ളൂ. അപ്പോൾ പിന്നെ വേറെ കറിയൊന്നും ഉണ്ടാക്കിയില്ല. ഞാൻ മോര് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചായിരുന്നു. അപ്പോൾ മോരില്ലാത്തതുകൊണ്ട് അവിടെ ഷോപ്പിൽ പോയിട്ട് വാങ്ങാമെന്ന് പറഞ്ഞ്. അപ്പോഴത്തേക്കിലും ഭയങ്കര വെയിലായത് കാരണം ഞാൻ പറഞ്ഞ എന്നാൽ വേണ്ടാന്ന് പറഞ്ഞിട്ട് ചമ്മന്തി അരച്ചു. അപ്പോൾ ഇറച്ചിയരി ഉണ്ടായിരുന്നു, ചമ്മന്തി ഉണ്ടായിരുന്നു, പിന്നെ ചിക്കൻ പൊരിച്ചത്, പപ്പടം ഒക്കെ കൂടി ആകുമ്പോഴത്തേക്ക് കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ സാലഡ് നിർബന്ധമാണ്. അങ്ങനെ ഞങ്ങൾ ലഞ്ചൊക്കെ കഴിച്ചു. അപ്പോൾ ഇപ്പം ലീവിലായതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ സമയം കിട്ടുന്നത്. അല്ലെങ്കിൽ ഒരുമിച്ച് തന്നെയാണ് കഴിക്കുക. പക്ഷേ മൊത്തത്തിലൊരു തിരക്കായിരിക്കും, കാരണം ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ലേ പകലുണ്ടാവുക. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ലഞ്ചൊക്കെ കഴിച്ചു. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.